നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നടൻ വിനായകനെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു. നാട്ടിൽ കാണുന്ന ആരെയും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചും ഫേസ്ബുക്കിൽ തോന്നിവാസം കാട്ടിയും നഗ്നതാ പ്രദർശനം അലങ്കാരമാക്കിയ വിനായകൻ രക്ഷപ്പെടുവാൻ കാട്ടുന്ന കാർഡുകളുടെ കാലം അവസാനിച്ചു. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും തെറി അഭിഷേകം നടത്തിയിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. വിനായകനും അതറിയാം. എന്ത് കാട്ടിയാലും തനിക്ക് രക്ഷാകവചം നീട്ടാൻ ഇടത് സൈബർ ലോകവും സഹയാത്രികരും ഭരണവുമുണ്ടെന്ന്. അവിടെയും ദളിതനായതുകൊണ്ട് വേട്ടയാടുന്നു എന്ന പ്രതിരോധവും. ന്യൂസ് 18-ലെ അപർണക്കുറുപ്പ് ചെയ്ത വീഡിയോയാണ് ഇന്ന് വിനായകന് കൊണ്ടത്. ഇവൾക്കും ഇവളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഇവളുടെ മേലധികാരികൾക്കും നാളെ 12 മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകുമെന്ന് പറഞ്ഞ് വിനായകൻ ആരെയാണ് പേടിപ്പിക്കുന്നത്? അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ബോധം തെളിയുമ്പോൾ മാറ്റുകയും ചെയ്യുന്ന വിനായകനാണോ രാജ്യത്തെ ദളിതരുടെയും സ്ത്രീകളുടെയും രക്ഷകൻ? നാവിലും പ്രവൃത്തിയിലും സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും വിളയാടുന്ന വിനായകനെന്ന പൊതുശല്യത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും കേരളം ഇതൊക്കെ കാണേണ്ടി വരും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിനായകൻ നാടിന് വിനയാകുന്നത് നിയന്ത്രിക്കേണ്ടേ? നടൻ വിനായകൻ ജനങ്ങളെ ചീത്ത പറയുന്നത്, അതുപോലെ തന്നെ പ്രമുഖരായ വ്യക്തികളോട് അധിക്ഷേപകരമായ രീതിയിൽ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുന്നത്, ഇത് പതിവാവുകയാണ്. ഫേസ്ബുക്കിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിനായകൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു പോരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിനായകൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നീട് അത് തിരുത്തി എന്നൊക്കെ പറഞ്ഞുള്ള ചില ഖേദപ്രകടനവും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നഗ്നതാ പ്രദർശനം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് നടത്തിയതും. അത് കഴിഞ്ഞത് പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതും ഒക്കെ ഈ നാട് കണ്ടതാണ്. അതായത് വിനായകനെതിരെ എന്ത് പരാതി ഉണ്ടായാലും പോലീസ് അത് ഗൗനിക്കാറില്ല. പലതിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും, കേസെടുക്കും. ഇത്ര മാത്രമേ വിനായകനെതിരെ ഉണ്ടാകാറുള്ളൂ. ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ NS നുസൂർ വിനായകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. FIR ഇടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ വിനായകൻ ചെയ്ത പ്രവൃത്തിക്കെതിരെയായിരുന്നു ഈ പരാതി പോലീസിന് കിട്ടിയത്. പക്ഷേ പോലീസ് അനങ്ങിയിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ തെറി മാത്രമായിരുന്നു വിനായകൻ ഫേസ്ബുക്കിൽ എഴുതിയത്. പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അസഭ്യവർഷം തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ന്യൂസ് 18-ലെ അപർണക്കുറുപ്പിനെതിരെ വിനായകൻ അധിക്ഷേപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവൾക്കും ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്ന മേലധികാരികൾക്കും എതിരെയുള്ള മറുപടി നാളെ 12 മണിക്ക് മുൻപുണ്ടാകുമെന്നാണ് വിനായകൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇതെന്താണ് വിനായകൻ ഉദ്ദേശിക്കുന്നത്? വിനായകൻ ആരെയാണ് പേടിപ്പിക്കുന്നത്? ദളിത് വിരുദ്ധത തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വിനായകൻ. അതേ സമയത്ത് തന്നെയാണ് ദളിത് കാർഡ് വിനായകന് പലപ്പോഴും പ്രതിരോധം തീർത്തുകൊണ്ട് വരാറുള്ളത്. ദളിതനായതുകൊണ്ട് വിനായകനെ അധിക്ഷേപിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വിനായകനെ രക്ഷിക്കാൻ എത്തുന്നവർ പലപ്പോഴും എടുത്തു പ്രയോഗിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ വിലപ്പോകുന്നില്ല. നേരത്തെ വിനായകന്റെ രക്ഷകരായി വന്ന പലരും ഇപ്പോൾ വിനായകനെ കൈയൊഴിഞ്ഞിട്ടുമുണ്ട്. വിനായകൻ ഇപ്പോൾ പ്രകോപിതനായതിന് കാരണം ഈ വീഡിയോയാണ്. അപർണക്കുറുപ്പ് ചെയ്ത ആ വീഡിയോ, അത് കണ്ടതിന് ശേഷം ഈ ചർച്ചയിലേക്ക് വരാം. പണ്ട് പച്ചത്തറി പറയുന്നവനും അത് എഴുതി വെക്കുന്നവനുമെല്ലാം നല്ല തല്ലാണ് കിട്ടുക. ഇന്ന് അതിനും കൈയടിക്കാൻ നിൽക്കുന്നവരാണ് കേരളത്തിൽ. ഇത് പറഞ്ഞുകൊണ്ട് വേണം വിനായകന്റെ അസഭ്യ പോസ്റ്റിനെ കുറിച്ച് പറയാൻ. സോഷ്യൽ മീഡിയ തെറി പറയാനുള്ള സ്ഥലമാണ്. വിനായകൻ എന്ന അശ്ലീലത്തിന് കൈയടിക്കുന്നവർ അതാണ് പറയുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അവർ നടത്തുന്ന സ്വത്വവാദത്തിന് അതിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മറ്റനേകം ജനങ്ങളുടെ സമൂഹത്തിന് ബാധ്യതയാണ് വിനായകൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അധിക്ഷേപ പരാമർശത്തെ കണ്ണടച്ച് വിമർശിച്ചവർ പോലും അടൂരിനെയും യേശുദാസിനെയും പച്ചത്തെറി പറയുന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തലയിൽ കൈവയ്ക്കും. ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ വെള്ളത്തിലാക്കിയല്ലോ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കും. ഇതാണോ ഡിജിറ്റൽ ലോകത്തെ ഭാഷ? അത് ചോദിച്ചാലും കൈയടിക്കുന്ന അവതാരങ്ങൾക്ക് മറുപടിയുണ്ട്. അവർണ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ വിനായകൻ അയാൾക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു. അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നാണ് വാദം. പച്ച മനുഷ്യനാണ്
പച്ചത്തെറി പറയുമെന്ന് പറയുന്നവരോട് നല്ല നമസ്കാരം മാത്രം. സിനിമാ കോൺക്ലേവ് വേദിയിൽ പുഷ്പാവതി പൊയ്പാടത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം ഉയർത്തിയ വിപ്ലവത്തെ റദ്ദാക്കുക പോലും ചെയ്യുകയാണ് വിനായകന്റെ ഈ അശ്ലീലം. അത് തിരിച്ചറിയുന്നുണ്ടോ ഈ പുലഭ്യത്തിന് കൈയടിച്ചവർ? സൈബർ ഇടതുപക്ഷമെന്ന് ആഘോഷിക്കുന്നവർക്ക് ഇതാണോ ഇപ്പോൾ പുരോഗമന ഭാഷ? തല്ലും കുത്തും പാരവെപ്പും കേസുകളും കൊണ്ട് നടക്കുന്ന മലയാള സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ആ മേഖലയിൽ നിന്ന് വിനായകനെതിരെ പേടിച്ച് ഒരു വാക്ക് പോലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ കഥകളും ഇരവാദവും ഉയരുമെന്ന് അറിയുന്നവരാണ് സിനിമാക്കാർ. പക്ഷേ സമൂഹം, പ്രത്യേകിച്ച് സൈബർ സമൂഹം, ഇത് അപലപിച്ചേ മതിയാകും. ഒന്നുകിൽ മാനസിക രോഗിയായി കരുതി വിനായകന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന് നിയമ നടപടി ഉണ്ടാകണം. ദളിത് കുട്ടികൾക്കായി അപ്പോയിന്റ്മെന്റിന് വിളിച്ച ദളിത് ആക്ടിവിസ്റ്റുകളോട് ഒരിക്കൽ ലൈംഗിക ചുവയിൽ മോശമായി സംസാരിച്ച വിനായകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയുമല്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ നല്ല അടി കിട്ടുന്ന വാക്കുകൾ പറയുന്നത് ഒരു കലാകാരനെ വില കൂട്ടുന്നുമില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനമല്ല ഈ അസഭ്യം. വിനായകന്റെ പോസ്റ്റിന് കൈയടിച്ചവരിൽ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന പല പേരുകളും കണ്ടു. ഈ വൃത്തികേടിന് കൈയടിച്ച് സ്വയം നാണം കെടരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സൈബർ അണികൾ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നേതാക്കളെയും പുലഭ്യം പറയുന്നത് അതേ പേജിൽ തന്നെ വായിക്കേണ്ടി വരും. ഈ വീഡിയോയാണ് വിനായകനെ പ്രകോപിതനാക്കിയത്. ഇതിനുള്ള മറുപടി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് തരും എന്നാണ് വിനായകൻ പറഞ്ഞത്. അതും അധിക്ഷേപം കലർന്ന വാക്കുകളിലാണ്, സ്ത്രീ വിരുദ്ധത പ്രകടമാക്കുന്ന വാക്കുകളിലാണ് വിനായകൻ അതിനുള്ള മറുപടി നൽകുന്നതും. വിനായകന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, വിനായകൻ ഇത്തരമൊരു പോസ്റ്റ് ഇട്ട ശേഷം പലരും വിനായകന്റെ പോസ്റ്റിന് അടിയിൽ വന്ന് പറയുന്നത്, പോസ്റ്റിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് പിന്നീട് ഇതിന് മറുപടി നൽകാൻ ബോധമുണ്ടായിട്ട് വേണ്ടേ എന്നായിരുന്നു. അതായത് ബോധം തെളിയുന്ന സമയത്ത് വിനായകൻ താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഓർക്കാറില്ലെന്ന് തോന്നുന്നു. പലപ്പോഴും ആ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് വിനായകൻ ചെയ്യുന്നത്. അതൊരു പതിവായി വിനായകൻ മാറ്റുന്നുമുണ്ട്. അതുപോലെ തന്നെ വിനായകനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന CPM അണികൾക്കും അതുപോലെ തന്നെ ഇടത് സൈബർ ഹാൻഡിലുകൾക്കും ഇനി എന്താണ് പറയാനുള്ളത് വിനായകനെ കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെസ്സേജുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദളിത് കാർഡ് ഇറക്കൽ ഇനി നടക്കില്ല വിനായക എന്നുള്ള കാര്യവും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇങ്ങനെയുള്ളതാണ്. ആദ്യമൊക്കെ വിനായകന് പിന്തുണ നൽകി വന്നവരും ഇപ്പോൾ പതിയെ പിന്മാറുന്നുണ്ട്. പക്ഷേ എങ്കിലും തെളിഞ്ഞു തന്നെ വിനായകന് പിന്തുണ നൽകുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഈ സ്ത്രീ വിരുദ്ധതയെയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധതയെയും ഇനിയും അംഗീകരിക്കണോ? ഇനിയും വിനായകനെ പിന്തുണയ്ക്കുന്നവർ മറിച്ച് ചിന്തിക്കേണ്ട കാലം ആയി കഴിഞ്ഞിട്ടില്ലേ? വിനായകനെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു? പോലീസിൽ പരാതി കിട്ടിയതാണല്ലോ കഴിഞ്ഞ ദിവസം വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് എതിരെ. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇനിയും വിനായകനെ പിന്തുണയ്ക്കുന്നവരോട് എന്താണ് പറയുവാനുള്ളത്? ഈ കഴിഞ്ഞ ഒരു ചർച്ചയിലും കേട്ടതാണ്, വിനായകന് തിരുത്തുവാനുള്ള അവസരം നൽകിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന്. അങ്ങനെയാണോ? ഇതൊരു പൊതുശല്യമായിട്ട് മാറുകയല്ലേ ഇയാൾ? കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് ഒരു പ്രതിപക്ഷ ബഹുമാനമാണ്. ഇവിടെ അപർണാക്കുറുപ്പിന്റെ അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, ഇവർക്ക് കൊടുക്കേണ്ടത് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇവൻ എത്രയോ കേസുകളിൽ പ്രതിയാണ്. നഗ്നത പ്രദർശിപ്പിച്ച കേസിൽ പ്രതിയാണ്, ദളിതരെ അവമാനിച്ച കേസിൽ പ്രതിയാണ്, പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ചുകൊണ്ട് വെള്ളമുണ്ടാക്കിയ കേസിൽ പ്രതിയാണ്. ഇവരെന്തോ ദളിതരെ കുറിച്ച് പറയാനുള്ള അവകാശം? ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ദളിതരെ സംരക്ഷിക്കുകയല്ല, ദളിതരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ അവകാശങ്ങളോ സമൂഹത്തിലുള്ള സ്ഥാനമോ ശരി, ബൽദേവിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇത് കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വിനായകൻ കഴിഞ്ഞ ദിവസം അടൂരിനെതിരെയും യേശുദാസിനെതിരെയും നടത്തിയ തെറി അഭിഷേകം എന്ന് കേസെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ ഇതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല ഈ വിഷയത്തിൽ. മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. മുമ്പ് ഉമാ തോമസ് MLA ഒരു തവണ പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ് എങ്ങനെയാണ് വിനായകന് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് എന്ന്. വിനായകൻ ഒരു പൊതുശല്യമാകുമ്പോഴും സംരക്ഷിക്കാൻ ഒരു കവചം തന്നെ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ ആ കവചം ഇപ്പോൾ പൊട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും പോലീസ് ഇപ്പോഴും കണ്ണടയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആയിരുന്നു കൊല്ലത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്. അതും ബഹളമുണ്ടാക്കിയതായിട്ടാണ്, പബ്ലിക് ന്യൂസൻസ്. പക്ഷേ എങ്കിലും വിനായകൻ പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, വിനായകന് സംരക്ഷണ കവചം ഒരുക്കുന്നത് ആരാണ് ശ്രീ മഞ്ജുഷ്? അത് ഇടത് സൈബർ അണികൾ മാത്രമല്ല, ഇടത് നേതാക്കളുമുണ്ട്. അതുകൊണ്ടാണല്ലോ പോലീസിന് ലാത്തിയെടുത്തൊന്ന് റോന്ത് ചുറ്റാൻ പോലും സാധിക്കാത്തത്. വിനായകന്റെ അടുത്തേക്ക്
വിനായകനെ ഇനി നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അസഭ്യം കാണിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ വന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് അയാളെ ജാമ്യത്തിൽ വിടാൻ, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാവുകയാണ്. ഇന്നലെ കണ്ടില്ലേ, ശ്വേതാ മേനോനെതിരെ കേസെടുക്കാൻ കാണിക്കുന്നതിന്റെ 1000-1 ആർജവം തപ്പിപ്പിടിച്ച് പഴയ വീഡിയോ തപ്പിപ്പിടിച്ച് കേസെടുക്കാൻ കാണിക്കുന്ന കേരളത്തിന്റെ പോലീസ്. ആ നാണം കെട്ട പോലീസിന് വിനായകനെതിരെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകയായ ശ്രീ അപർണ കുറുപ്പിനെതിരെ ഇത്രമാത്രം അധിക്ഷേപകരമായ രീതിയിൽ പെരുമാറിയിട്ട് സംസാരിച്ചിട്ട് ഇതാ ഒരു വെള്ളക്കടലാസിൽ ഒരു FIR ഇടാൻ പോലും സാധിച്ചിട്ടില്ല. വിനായകൻ എന്ന് പറയുന്നത് ആരാണ്? വിനായകൻ കാലങ്ങളായി ഇടതുപക്ഷത്തിന് വേണ്ടി സൈബർ ഇടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ സാംസ്കാരിക പ്രവർത്തകനാണ്. സാംസ്കാരിക രംഗത്ത് വളരെ പച്ചയായി, വളരെ ഓപ്പണായി ഇടതുപക്ഷത്തിന്റെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പാടെ വിശുദ്ധരാണ്, വിനായകനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈ കഴുകാനാവില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് ഈ വൃത്തികെട്ടവൻ, ഈ കൊള്ളരുതാത്തവൻ, ഈ വേട്ടപ്പട്ടി പറഞ്ഞത് നമ്മൾ മറന്നുപോയോ? ഈ വേട്ടപ്പട്ടി എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ സഹാവ് VS മരിച്ചപ്പോ അവിടെ പോയി ഇല്ല മരിക്കുന്നില്ല എന്ന് പാടണമെങ്കിൽ എത്രമാത്രം തൊലിക്കട്ടി വേണം, എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണം? ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ മരണത്തെ അധിക്ഷേപിച്ച ഈ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ചത്താൽ, ഈ വിനായകൻ ചത്താൽ, ഈ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും ഒരു പട്ടിയെങ്കിലും, ഏതെങ്കിലും ഒരു പേപ്പട്ടിയെങ്കിലും കണ്ണീര് ഒലിപ്പിക്കുമോ? അതുപോലും ഉണ്ടാവില്ല. നോക്കൂ, എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ ദളിതനാണ്, ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ദളിത് രാഷ്ട്രീയമാണ്. ദളിത് സമൂഹത്തെ ആകെ ഒറ്റുകൊടുക്കുന്ന യൂദാസാണ് വിനായകൻ. ഞാനിന്ന് ചില ദളിത് ആക്ടിവിസ്റ്റുകളെ, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രവർത്തകരെ, പിന്നെ പതിവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളെ വിളിച്ചിരുന്നു. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, അവർ ഒഴിയുകയാണ് ചെയ്തത്. അപ്പോൾ വിനായകൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെയും യേശുദാസിന്റെയും ഒക്കെ നിലപാടുകളിൽ അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാം, അതിനെ മുഴുവൻ കണ്ണടച്ച് അനുകൂലിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ നടത്തിയ പരാമർശം, പിന്നെ യേശുദാസിന്റെ മുൻപത്തെ ഒരു പരാമർശമാണല്ലോ വിനായകനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, സ്ത്രീകൾ ജീൻസും ഷർട്ടും ഇട്ട് നടക്കുന്നതിനെ കുറിച്ച്. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശുദാസിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വിനായകൻ എഴുതിയ കാര്യം, അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഈ ടെലിവിഷൻ ചാനലിൽ അത് കാണിക്കാൻ പറ്റുകയില്ല, അത് മാസ്ക് ചെയ്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എല്ലാവരും അത് വായിച്ചതാണ്. വിനായകൻ അത് 24 മണിക്കൂർ ആ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ വായിച്ചു ആ പോസ്റ്റ്. വിനായകന്റെ നിലവാരം എത്രയാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ വിനായകന് നിലപാട് പറയണമെങ്കിൽ കൃത്യമായിട്ട് നിലപാട് പറയാം. യേശുദാസിനെതിരെ നിലപാട് പറയാം, അടൂർ ഗോപാലകൃഷ്ണനെതിരെ നിലപാട് പറയാം, ന്യൂസ് 18-നെതിരെ നിലപാട് പറയാം. എന്തും വിനായകന് പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ വിനായകൻ ഈ വർണ്ണനകൾ കയറ്റുന്നതാണ്, തെറികൾ കയറ്റുന്നതാണ് അതിൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഇനി അനുകൂലിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരുമോ എന്ന് സംശയമാണ്. ഉണ്ടാവാം കേട്ടോ, ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ഇപ്പോഴും ഇരവാദമുണ്ട്. വിനായകൻ ദളിതനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതല്ലായിരുന്നു ഒരു സവർണനായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആരും എതിർത്ത് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും വിനായകന്റെ നിലപാട്. തീർച്ചയായും നിലപാടല്ല ഈ പ്രവൃത്തി. തീർച്ചയായും മഞ്ജുഷ്, ശ്രീ നോക്കൂ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പോസ്റ്റിനടിയിലെ കമന്റുകളാണ്. നോക്കൂ, സഹാവ് VSന്റെ, സഹാവ് പിണറായി വിജയന്റെ അടക്കം ഇടതു നേതാക്കളുടെ ഫോട്ടോ, ചിത്രങ്ങൾ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചിരിക്കുന്ന ഹാൻഡിലുകളിൽ നിന്ന് വിനായകനെ അനുകൂലിച്ചാണ് പോസ്റ്റുകൾ വരുന്നത്, കമന്റുകൾ വരുന്നത്. വിനായകൻ എഴുതിയ തെറിക്ക് തെറിയേക്കാൾ മൂത്ത തെറി പറയാൻ പറ്റുമോ അത്തരത്തിലുള്ള കമന്റുകൾ ഈ ഇടത് സൈബർ ഹാൻഡിലുകൾ ഇവിടെ അദ്ദേഹത്തിന്റെ പിന്തുണയായി പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടി ഉണ്ട് കേട്ടോ എന്നുള്ള കണക്കിന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതിനാര് ഉത്തരം പറയും? 2, വിനായകൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, അതായത് ഈ ദളിത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയാണ്. കാരണം വിനായകനെ പോലെയുള്ള ഒരാൾ ഈ തെറി പറഞ്ഞിട്ട്, ഈ വൃത്തികേട് കാണിച്ചിട്ട്, പുലഭ്യം പറഞ്ഞിട്ട്, അസഭ്യം കാണിച്ചിട്ട്, സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ട് കാണിച്ചിട്ട്, അതിന്റെ പുറത്ത് ഇതാ ഞാൻ ദളിതനാണേ, എന്നെ ഒന്നും ചെയ്ത് കളഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞ് ആ കാർഡ് ഇളക്കി കളിക്കുമ്പോൾ ആ സമൂഹത്തിൽ തന്നെ പീഡനം നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അവർ മുമ്പോട്ട് വെക്കുന്നതും ഇത്തരത്തിലുള്ള കാർഡാണ് എന്ന് ജനറലൈസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും നീതി കിട്ടേണ്ടവർക്ക് ആ നീതി ഇല്ലാതാവും. വിനായകൻ പറഞ്ഞതുപോലെ ആയിരിക്കും ഇതും എന്ന് സാധാരണക്കാരായിട്ടുള്ള ജനം ചിന്തിക്കുന്ന നിലയിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ എന്താ പ്രശ്നം? ആ സമൂഹത്തിൽ നീതി കിട്ടേണ്ടവർ, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവർ, അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്റ്റേക്ക്, അവർ മുമ്പോട്ട് കൊണ്ടുവരുന്ന വോയിസ്, അത് സപ്രസ് ചെയ്യപ്പെടും.
അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത്, ആ സമൂഹത്തെ 30 വെള്ളിക്കാസിനെ ഒറ്റിക്കൊടുക്കുന്ന, ആ സമൂഹത്തെ കഞ്ചാവിന്റെയും MDMA മറ പറ്റി ഒറ്റിക്കൊടുക്കുന്ന, ആ സമൂഹത്തെ തന്റെ മനസ്സിലെ ഈ ലൈംഗിക വൈകൃതം ഫേസ്ബുക്കിൽ എഴുതി അഭിരമിക്കാൻ വേണ്ടി ആ സമൂഹത്തിന്റെ കാർഡും മാസ്കും എടുത്തിട്ട് അവരെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസാണ് ഈ വിനായകൻ. വിനായകനല്ല, ഇയാൾ വിനാശകനാണ് എന്നത് കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് മെസ്സേജിന്റെ രൂപത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ദിനു വെയിലിനെ ചർച്ചയ്ക്ക് വിളിക്കുക പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചതാണ്, ചർച്ചയിൽ ഇരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അസൗകര്യം പറയുകയാണ് ചെയ്തത്. വിനായകനെ അനുകൂലിച്ചേക്കാം ദിനു വെയിൽ എന്ന ഉദ്ദേശത്തിലായിരിക്കും ഇത്തരത്തിലൊരു മെസ്സേജ് വന്നത്. പക്ഷേ ഞാൻ വിളിച്ചതാണ്, പക്ഷേ പ്രതികരിക്കാൻ എന്ന് വെച്ചാൽ സമയം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ ഇടത് സൈബർ ലോകം ഇപ്പോഴും വിനായകനൊപ്പമാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിച്ചതാണ്. അതിപ്പോഴും അവർക്ക് എന്തോ സന്തോഷം നൽകുന്നത് പോലെയാണ്. പക്ഷേ ഈ ചീത്തവിളി തുടരുമ്പോൾ വിനായകൻ ഒരു കാര്യം മറക്കുന്നുമുണ്ട്. അദ്ദേഹം ആരെയാണോ റെപ്രസെൻറ്റേറ്റ് ചെയ്തത് അവർക്കെതിരെയും തിരിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പും തിരിയും. അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇയാളൊരു പൊതുശല്യമായി മാറുകയാണ്. കൃത്യമാണ് വസന്ത് ഇവിടെ പറഞ്ഞത്, ഒരു പൊതുശല്യമാണ്. ഇതിനകത്തുള്ളൊരു പ്രത്യേകതയെ ഓരോരുത്തരും ഓരോ ജാതിയോ സമുദായത്തെ ഉദ്ധരിക്കാൻ വരുമ്പോൾ ആ ജാതിക്ക് തന്നെ പേരുദോഷമായിട്ടാണ് വരുന്നത്. പല ആൾക്കാരും ഉണ്ട് ഇവിടെ ജാതിയുടെ കാര്യം പറയുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സവർണനാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടെ നമ്മൾ പരിപൂർണമായിട്ട് യോജിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം സവർണനായതുകൊണ്ട് നമ്മൾ പരിപൂർണമായി യോജിക്കുന്നതാണ് അല്ല. തെറ്റായ പ്രസ്താവനകൾ നമ്മൾ തെറ്റായി തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യവന്മാരെ പോലുള്ള നാലാം കിട ആൾക്കാരുടെ ഒന്നും എടുത്ത് ഇങ്ങനെ ചർച്ചയ്ക്കാക്കി യവന്മാരൊന്നും ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം അത്രയ്ക്ക് വൃത്തികെട്ടവന്മാരാണ്, സമൂഹത്തിലെ അധമന്മാരാണ്. ഏതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില അവസരങ്ങൾ കിട്ടി ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവും ഇയാൾ അങ്ങ് ഓസ്കാർ അവാർഡ് വിന്നറായിരുന്നു, വലിയ വലിയ അവാർഡ് നടനൊക്കെ എന്ന് പറഞ്ഞാൽ, എടാ ഈ നമ്മൾ ചന്ദ്രബിംബത്തെ കണ്ടിട്ട് നാഗൊരയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ അടൂർ ഗോപാലകൃഷ്ണൻ യേശാസിനെയൊക്കെ ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുകയാണ്. തെറ്റുണ്ടേ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ആ ദൈവങ്ങളെ പോലും നമുക്ക് വിമർശിക്കാമല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള തരംതാണ വ്യക്തികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എടുത്തു കളയണം. അല്ല, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് 18-നെതിരെയാണ് ഇപ്പോൾ അധിക്ഷേപം നടത്തുന്നത്. എന്തോ നാളെ 12 മണിക്ക് എന്തോ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം എടുത്തത്. അല്ലെങ്കിൽ വിനായകനെ ഒന്നും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല ഞാൻ പറഞ്ഞ, അത് എല്ലാത്തിനും നമ്മൾ പറഞ്ഞല്ല, അമ്മ മരിച്ചെന്ന് പറഞ്ഞാലും രണ്ടഭിപ്രായമുള്ളവരാണ് ഇവിടെ. അതെല്ലാവരുടെ ഒരു രീതിയാണ്. അപ്പോൾ വിനായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്ന പലരും ഉണ്ടാകാം. അതിനകത്ത് ഇടതുപക്ഷക്കാരൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ അതിന് നമ്മൾ അർഹിക്കുന്ന എന്താണ് ഇതിന്റെ അർഹിക്കുന്ന ഗൗരവം? ഇത് ഇയാളൊരു സ്ഥിരം പുള്ളിയല്ലേ? സ്വന്തമായിട്ട് നഗ്നത പ്രദർശിപ്പിച്ച് ആ കേസിൽ പ്രതിയാവുക എന്ന് പറയുക, പോലീസ് സ്റ്റേഷൻ മദ്യപിച്ച് എന്ന് വഴക്കുണ്ടാക്കുക, പൊതുസ്ഥലങ്ങളിൽ വഴക്കുണ്ടാക്കുക. അപ്പൊ ഒരു ബോധത്തോടു കൂടി ചെയ്യുന്നതല്ലേ, ഒരു ബോധമില്ലാത്ത ഒരു മനുഷ്യൻ. നേരത്തെ അവരുടെ പറഞ്ഞത് ഇതിനൊക്കെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് മെന്റൽ അസൈലത്തിൽ പിടിച്ച് ആക്കേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞു. അത്രയ്ക്ക് തരംതാണ നിലപാട്. ഇതിനൊന്നും അനുകൂലിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരും കിട്ടത്തില്ല. ഇടതുപക്ഷത്തിൽ ആരെങ്കിലും ഒക്കെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവരനുകൂലിച്ചോട്ടെ, അവരുടെ വ്യക്തിപരമായ ഒഴിയരുത്. വസന്ത് പറഞ്ഞത് കൃത്യം കാര്യമാണ്. കാരണം സഹായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയ സമയത്തും അവിടെ നാട്ടുകാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സമയത്തുമൊക്കെ വിനായകന് ആനുകൂല്യം കിട്ടിയിരുന്നു. വിനായകനെ ഒരു നിമിഷം പോലും റിമാൻഡ് ചെയ്യാനൊന്നും പോലീസിന് കഴിയില്ല. കാരണം അപ്പോഴേക്കും വിളി വരും. അതുകൊണ്ടാണല്ലോ വിനായകൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ. ഒരു സ്റ്റേഷൻ ജാമ്യം പരമാവധി. അല്ല, ഞാനത് വേറെ കാര്യം കൂടെ പറഞ്ഞ, വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു കഞ്ചാവ് കേസ് മറ്റൊക്കെ ആയിട്ട് പിടിച്ചതിന് ഒറ്റ ദിവസം കൊണ്ട് വളരെ പ്രശസ്തിയിലാക്കി എടുത്തിട്ടുണ്ട്. ചില പോലീസുകാരും അതിനകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ. അവിടെയും ഇടതുപക്ഷത്തിന്റെ റോള് പ്രധാനമാണ്. വേടന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഞാൻ അതിനൊക്കെ അന്ന് എനിക്കും കിട്ടുന്ന വേദികളിലൊക്കെ ശക്തമായിട്ട് തീർത്ത് അത് പല കാര്യങ്ങളും എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പല കാര്യങ്ങളും ഞാൻ ചർച്ചയ്ക്ക് പോകാറില്ല. കാരണം ഇങ്ങനെയുള്ള തെറ്റായ നടങ്ങളോടെ പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് എന്നോടുള്ള വെറുപ്പുണ്ട്. അപ്പൊ അതിനൊന്നും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇതിനെ പരിപൂർണമായിട്ട് പുച്ഛിച്ച് കളയേണ്ട ഒരു കേസായിട്ടാണ്. വിശേഷിച്ചും മാധ്യമപ്രവർത്തകരെ, അവരിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ആരും ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകരുടെ, നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യ നായകന്മാര്, നമ്മളൊക്കെ ആരാധിക്കുന്ന വ്യക്തികളെ അവരെയൊക്കെ വിമർശിക്കുക. അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. അവരുടെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. നാളെ മഞ്ചേഷ് തെറ്റ് പറഞ്ഞാൽ വിമർശിക്കാം. ആരെയും വിമർശിക്കാനുള്ള അവകാശം നോക്കണ്ട. പക്ഷെ അതിനൊക്കെ സഭ്യതയുടെ ഒരു ഭാഷയുണ്ട്. ആ വിമർശിക്കുന്നതിനൊരു മാനമുണ്ട്. ആ സഭ്യതയുടെ ഭാഷവും ആ മാനവും ഇല്ലാതെ വായി വരുന്ന എന്ത് വിവരക്കേടും പറയുന്ന ഒരു മേഖലയല്ല സൈബർ മേഖല. നമ്മൾ അതിനകത്തൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ അതിനകത്തൊരു ശാസ്ത്രീയമായ അടിത്തറ വെച്ചുകൊണ്ട് വേണം ഉപയോഗിക്കാവുന്ന വാക്യങ്ങൾ ഉപയോഗിക്കണം. നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിരുണ്ട്.
പക്ഷെ അദ്ദേഹത്തേക്ക് അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു, മുഖ്യമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു, പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് സൈബർ എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരുന്നുകൊണ്ട് വെള്ളമടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് വെച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ വായി വരുന്ന പോസ്റ്റ് ചെയ്യും. അതിനിടയ്ക്ക് കുറെ ആൾക്കാർ അങ്ങോട്ട് ഇതിനെ അനുകൂലിച്ച് അങ്ങോട്ട് ചേട്ടാ കൊള്ളാം, ഈ സൈസ് ഇനിയും വേണം. ഇപ്പോഴൊരു കാര്യമുണ്ട് മഞ്ചേഷ്, ഒരുത്തൻ മദ്യപിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ മുന്നിൽ ചീത്ത വിളിക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുക എന്താ രണ്ടടി കൊടുക്കാനാളില്ല. രണ്ടടി നമ്മൾ കൊടുത്തു നോക്കിയേ എല്ലാവരും തിരിച്ചു പറയും എന്താ അവൻ മദ്യപിച്ച് ബോധം തെളിയുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയത്, അടിച്ച നമ്മളെ തെറ്റു പറയും. ഇതാണ് നമ്മുടെ സമൂഹം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരക്കേട് കാണിക്കുന്നവർക്ക് അനുകൂലിച്ച് പറയാൻ യവമനെ പോലുള്ള മദ്യപാനികളോ അല്ലെങ്കിൽ അതിനകത്ത് സ്വയം ഒരു സന്തോഷം കണ്ടെത്തുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിതിനൊക്കെ അനുകൂലിച്ച് പോസ്റ്റ് ഇടും. നമ്മൾ അതൊന്നും വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല. ഇതൊക്കെ തള്ളി കളഞ്ഞേക്കണം, അത്രയേ ഉള്ളൂ. എവനെ ഒന്നും വലുതാക്കാനായിട്ട് നമ്മൾ ചർച്ച നടത്തിയോ? സമൂഹത്തിലെ അധമ സംസ്കാരത്തിൽപ്പെട്ടവരാണൊക്കെ എങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കുറെ കേസുകളൊക്കെ 5-6 ചാൻസ് കിട്ടി വന്നപ്പോഴത്തേക്ക് ചിലർക്ക് ഒരു ധാരണയുണ്ട്. ഞാൻ അങ്ങ് ഇല്ലേ നമ്മൾ പറയല്ലേ അല്ലേ ചില പക്ഷിയുടെ കാര്യം, ഈ കുണ്ടുകുലിക്ക് പക്ഷി ഇത് പക്ഷിയുണ്ട്, അത് കുലുക്കുമ്പോൾ അതിന്റെ വിചാരം ഭൂമി കുലുക്കുന്നെന്താ. അപ്പൊ അതുപോലെ ചിന്തിച്ചു പോകുന്ന ഇവർക്ക്, അവർക്കത് ചിന്തിക്കാനുള്ള സമയമില്ല, വിവേകമില്ല. പണ്ട് കടമ്പനിട്ട പാടിയതുപോലെ ബുദ്ധി മരവിച്ച കുറച്ച് ജീവികൾ മാത്രമേ ഇത്. താങ്കൾക്കെതിരെ ഇരവാദം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ വിനായകനെതിരെ പറയുമ്പോൾ മുൻപ് അങ്ങനെയായിരുന്നു. ശ്രീ വസന്ത്, അങ്ങനെയായിരുന്നുവല്ലോ മുൻപ്. ഇപ്പോൾ പക്ഷേ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഞാൻ ശ്രീ ബലദേവ് സച്ചിദാനന്ദന്റെ നിലപാടിനോട് യോജിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന് ശ്രീ ബലദേവ്, നമുക്ക് അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നടിക്കാം എന്ന് പറയുമ്പോൾ ഞാനോ ശ്രീ ബലദേവ് സച്ചിദാനന്ദനോ, ബലദേവ് സച്ചിദാനന്ദൻ എന്നെക്കാൾ വളരെ സീനിയറായ അഭിഭാഷകനാണ്. എന്താണ് ഈ രാജ്യത്തെ നിയമം? ഞാനോ അങ്ങയോ പരസ്യമായി ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് തുറസായി നമ്മുടെ ന്യൂഡിറ്റി പ്രദർശിപ്പിച്ചാൽ ഏതാണ് കേസ്? പബ്ലിക് ന്യൂസൻസ് വരും. സ്വാഭാവികമായും അത് തുടർന്നു പോയാൽ എന്താ പോലീസ് ചെയ്യുക? പോലീസ് നമ്മളുടെ മെന്റൽ ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ. ഈ വിനായകനുമായി ബന്ധപ്പെട്ട് മെന്റൽ ഫിറ്റ്നസ് എടുക്കാൻ എന്താണ് പോലീസ് തയ്യാറാവാത്തത്? അപർണ സൂചിപ്പിച്ചതുപോലെ ഇവന് പ്രാന്താണോ, മുഴുത്ത വട്ടാണോ, കിറുക്കാണോ എന്നറിയണ്ടേ? അതോ ബോധത്തോടു കൂടിയാണോ ഇത് പറയുന്നത് എന്നുള്ളത് വ്യക്തമാവണ്ടേ? അങ്ങനെ അറിയണമെങ്കിൽ അയാളുടെ മെന്റൽ ഫിറ്റ്നസ് എടുക്കണമായിരുന്നു. അത് ഇയാൾ ന്യൂഡിറ്റി പ്രദർശിപ്പിച്ച ദിവസം പോലീസിന് എടുക്കാമായിരുന്നു. അത് ഞാനോ ബലദേവ് സച്ചിദാനന്ദനോ ശ്രീ മഞ്ജുഷോ ആയാൽ പോലീസ് അത് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ ചെയ്തില്ല. 2, അടൂർ പറഞ്ഞതിനോട് നമുക്ക് എതിരഭിപ്രായമുണ്ട്. നമ്മളടക്കം എത്രയോ പേർ സഭ്യമായ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നു, അദ്ദേഹവുമായി എതിരഭിപ്രായം പങ്കിടുന്നു. യേശുദാസ് അടക്കം അതിനു മുമ്പുള്ള 1 ഡസൻ നേതാക്കൾ, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ ഇവൻ കൊത്തിവലിച്ച സമയത്ത് അതിന് കൈകൊട്ടി കൊടുത്തവരാരാണ്? അവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഞാനോ ശ്രീ ബലദേവ് സച്ചിദാനന്ദനുമാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെങ്കിൽ കേരളത്തിന്റെ പോലീസ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കില്ലേ? ശ്വേതാമേനോൻ കളിമണ്ണ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അന്ന് ഈ സംസ്ഥാനത്തെ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത, ഈ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ മുഴുവൻ പ്രദർശിപ്പിച്ച ഒരു സിനിമയുടെ പേരിൽ 10-15 വർഷം കഴിഞ്ഞ് ചികഞ്ഞ് പോലീസ് കേസെടുക്കുകയാണ്. നോക്കൂ, തൃപ്പൂണിത്തറ SHO പണിയതാണ്. അങ്ങനെയുള്ള ഒരു പോലീസ് ഉള്ള സംവിധാനത്ത് ഇവൻ നാട് മുഴുവനും അവന്റെ നഗ്നത പ്രദർശിപ്പിച്ചിട്ട് അത് വെച്ച് അവൻ പുലഭ്യം പറഞ്ഞിട്ട് അവന്റെ ലൈംഗിക വൈകൃതം ഫേസ്ബുക്കിൽ എഴുതി സ്ത്രീകളെ, ദളിതരെ, ആക്ടിവിസ്റ്റുകളെ, ഇടതുപക്ഷത്തെ തന്നെയും മാധ്യമ പ്രവർത്തകരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പുലഭ്യം പറഞ്ഞിട്ട് നമ്മുടെ പോലീസിന് എന്താണെന്ന് പണി? ഇനി പരാതി കിട്ടാഞ്ഞിട്ടാണോ? ഇപ്പോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസും പരാതി എത്ര തവണ കൊടുത്തു? എന്നിട്ട് എന്താണ് നമ്മുടെ പോലീസിൽ അനങ്ങാത്തത്? അതിന് പിന്നിലാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ ഒരു അജണ്ട, കൃത്യമായ ഒരു പിന്തുണ, കൃത്യമായ ഒരു സപ്പോർട്ട് വിനായകന് കിട്ടുന്നുണ്ട്. അത് വിനായകനെ ഉപയോഗിച്ചുകൊണ്ട് സഭ്യമായി പറയാൻ പറ്റാത്തത് പറയിപ്പിക്കാൻ മെനക്കെടുന്നവരാണ്. ഉമ്മൻചാണ്ടി മരിച്ച ശേഷവും അദ്ദേഹത്തെ വേട്ടയാടണമെന്ന് തീരുമാനിച്ച് ആ കൊട്ടേഷൻ വിനായകന് കൊടുത്തവരാണ് അയാളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ശരിയാണ് ശ്രീ ബലദേവ്, അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനും ഒക്കെ 2 കിട്ടേണ്ടതാണ്, ന്യൂസ് 18നും 2 കിട്ടേണ്ടതാണ്. അത് ഇയാളെ കൊണ്ട്, വിനായകനെ കൊണ്ട് ഈ രീതിയിൽ പറയിപ്പിക്കുന്ന ഒരു സംസ്കാരമായി മാറിയിരിക്കുകയാണ്. അതിന് കയ്യടി കിട്ടുകയാണ് ഈ ഇടത് ഹാൻഡിലുകളിൽ നിന്ന്. അത് കൃത്യമാണ് വസന്ത് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപം പറയുമ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ ആളുകളാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. അല്ല, ഇതിനകത്ത് ഞാൻ പറയാം, ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ 2 വശമുണ്ട്. ഒന്ന്, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് കേസെടുക്കണമെന്ന് ചർച്ചയുണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ അത് കേസെടുക്കണ്ടായെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെയാണ് വിനായകൻ, അതിന്റെ ഒരു മറുവശമാണ്. പക്ഷെ രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ എവിടെ നിൽക്കുന്നു, വിനായകൻ എവിടെ നിൽക്കുന്നു. പിന്നെ ശ്വേതാമേനോന്റെ കാര്യം പറഞ്ഞു. ശ്വേതാമേനോനെതിരെ കേസെടുത്തത് കോടതിയുടെ നിർദ്ദേശത്തോട്ടാണ്. കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു.
അതുവഴി നിർദ്ദേശപരമാണ് FIR എടുത്തിരിക്കുന്നത്. അത് കാഴ്ച ചെയ്യാനായിട്ട് അവർ ഹൈക്കോടതി പോയിട്ടുണ്ട്. അതാണ് അതിന്റെ നിയമവശാല പോലീസ് സ്വമേധ എടുത്ത കേസല്ലത്. അപ്പൊ ഇവിടെ വിനായകന്റെ കാര്യത്തിൽ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഞാനല്ല, ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ എനിക്ക് തോന്നുന്നില്ല വിനായകന്റെ കാര്യങ്ങളെ യോജിക്കുമെന്ന്. അതുപോലെ തന്നെ ദളിതരോ അല്ലെങ്കിൽ പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ പിന്നോക്ക സമുദായക്കാർക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഉന്നമനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരു കാരണവശാലും വിനായകനെ പോലുള്ള വിവരം കേട്ടവന്റെ ഒന്നും ഒരു പ്രസ്താവനയോട് യോജിക്കില്ല. പിന്നെ പോലീസ് കേസെടുക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ നിങ്ങളൊക്കെ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ. ഞാൻ അതിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ രാഷ്ട്രീയ സ്വാധീനങ്ങളോ മറ്റ് സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഞങ്ങളൊക്കെ പ്രതിപക്ഷമാണെങ്കിലും വളരെ കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടി കുറെ അധികം UDF ഞാൻ എന്റെ ചെയർമാനായിട്ടിരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആള് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആയിരുന്നു. ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തെ വളരെ കൂടുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പുതുപ്പള്ളിയിലെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു പാർട്ടി മാറുമ്പോഴും അദ്ദേഹത്തെ അധിക്ഷേപിക്കുക എന്നുള്ള സംസ്കാരം ഞങ്ങൾക്കാർക്കും ഇല്ല. രാഷ്ട്രീയപരമായ എതിരാളികൾ ഉണ്ടാകാം, വ്യക്തിപരമായ എതിർപ്പുണ്ടാകാം, ആശയപരമായ എതിർപ്പുണ്ടാകാം. പക്ഷെ അതൊന്നും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാനുള്ളതായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇടതുപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങളാരും അതിനൊന്നും അനുകൂലിക്കത്തുമില്ല. ഞങ്ങളുടെ വേദികളിൽ ഞങ്ങൾ അതിന്റെ തുറന്നു പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളൊന്നും അത്ര വലിയ പാർട്ടിയുടെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് അതിന് അത്രയും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ വേദികൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ ആ എതിർപ്പ് നേരിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ വിനായകന്റെ ഭീഷണി, എനിക്ക് വിളിക്കുന്ന ഒരുപാട് കൊലപാതക ഭീഷണി മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. ചില യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ എന്നെ വിളിച്ച് എന്റെ പ്രസംഗം ഇങ്ങനെ നടത്തിപ്പോയാൽ ഞങ്ങൾ ചീത്ത പറയും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ ആ വേദി തന്നെ വീണ്ടും പോകും. അതെന്റെ ഒരു ശീലമാണ്. എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ പോയി പിറ്റേന്ന് തന്നെ അവിടെ യോഗം വെക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാരും ഇതിനൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഇതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കും. ഏത് കേസെടുത്തായാലും ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ളവരുടെ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പബ്ലിക് ഇന്ററസ്റ്റ് ലിറ്റിഗേഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാം. ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈക്കോടതി ഡയറക്ഷൻ വരും. ഇപ്പൊ ശ്വേതാമേനെതിരെ കേസെടുത്തതുപോലെ കോർട്ട് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന കേസിൽ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുത്തേ പറ്റും. അപ്പൊ അത് ഒന്ന് ചെയ്യേണ്ട അടൂർ ഗോപാലകൃഷ്ണനാണ്. അവരാരും കേസിന് പോകത്തില്ല, യേശുദാസ് കേസിന് പോകത്തില്ല. അവരൊക്കെയാണ് അതിനകത്ത് വിക്ടിം എന്ന് പറയുന്നത്. ഇതിനകത്ത് പബ്ലിക്കിന് വേണമെങ്കിലും ഫയൽ ചെയ്യാന്നുള്ളൂ. പക്ഷെ അവരാരും പിന്നീട് ഇപ്പൊ നമുക്കറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലീസ് സീറ്റാണെന്ന് അന്വേഷിച്ച് ഒത്തിരി കേസെടുത്തു. പക്ഷെ മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ ഒരാൾ പോലും മൊഴി കൊടുക്കാൻ പോകുന്നില്ല. അതിന്റെയൊക്കെ പിന്നാമ്പറ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് മഞ്ചേശ്വരൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഇവരാരും മൊഴി കൊടുക്കാൻ പോകാത്തത്. മൊഴി കൊടുത്തവർ പോലും ഇപ്പൊ തിരുത്തി പറയുന്നു, വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ പോകുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ആരെങ്കിലും 1-2 പേര് വിചാരിച്ചാലൊന്നും മാറുന്നില്ല. കാരണം ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീമതി ധന്യാരാമൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ വിനായകൻ വീണ്ടും പലതരത്തിലുള്ള അധിക്ഷേപവുമായിട്ട് ഫേസ്ബുക്കിൽ തുടർച്ചയായി പോസ്റ്റ് ഇടുകയാണ്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും യേശുദാസിനെതിരെയും നിലപാടുകളിൽ അടൂരിനെതിരെയും യേശുദാസിനെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വിനായകന് അർഹതയുണ്ട്. പക്ഷേ ആ വാക്കുകളെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, അപർണ കുറുപ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം പ്രകോപനപരമായിട്ടാണ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മറുപടി നൽകും, ഇവളെ ആരാണ് ഇതിന് അയച്ചിരിക്കുന്നത്, ആ മേലധികാരികൾക്കും ഇങ്ങനെ മറുപടി നൽകുമെന്നൊക്കെ വിനായകൻ പറയുകയാണ്. താങ്കൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപർണയൊക്കെ എന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അവരൊക്കെ വളരെ ഡീപ്പായിട്ട് അറിയുന്ന ആൾക്കാരാണ്. വ്യക്തിയാണ് ഞാനൊക്കെ. ഒരു സാധാരണ ഒരു ചർച്ചയ്ക്ക് വന്നു പോകുന്ന ഒരു ബന്ധമല്ല മാധ്യമപ്രവർത്തകർ. ഒട്ടുമിക്ക പേരുമായിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇപ്പം വിനായകന്റെ ലേബൽ ഇപ്പൊ ദളിത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ അത് മറുപടി പറയേണ്ട ഒരു അങ്ങനെ എല്ലാവരും ഞങ്ങൾക്കെതിരെയും കൂടി ഇപ്പം തിരിയാൻ തുടങ്ങി. അത്തരം വാക്കുകൾ ആരും ഉപയോഗിക്കരുത്. നമുക്ക് ഞാനൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ തെറികളൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് മനുഷ്യൻ പൊറുക്കുന്ന തെറിയാണ്. കാരണം അതിനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇതുപോലെയൊന്നും ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാവരും വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചും കൂടെ നല്ലതാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇല്ലെങ്കിൽ അത് പിന്നീട് ആരും അംഗീകരിക്കത്തില്ല. ഇവരെ സമൂഹം വെറുക്കും, ഒറ്റപ്പെടുത്തും. അതേ ഉണ്ടാവാൻ പോണുള്ളൂ. ഇത്രയും നിന്ദ്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ശരിയാണ്. ഇപ്പൊ യേശുദാസ് കാലിനൊരു മണ്ണ് പോലും പെരളാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണനും ദളിത് വിരോധിയാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഭാഷയൊക്കെ ഒരു മാന്യതയുണ്ട്. അതിലപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പിന്നെ വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. പിന്നെ അപർണയെ പോലെയുള്ള ആൾക്കാർ അവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു രേണു സുധീനെ ഒക്കെ ഈ ഒരു നല്ലൊരു ചാനൽ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്തത് നിങ്ങളാണ്.
അപർണയാണ് അവരുടെ അരമണിക്കൂർ ഇന്റർവ്യൂ എടുത്തു കൊടുത്ത് അത് ഭയങ്കര പോസിറ്റീവായി. അവർ മെന്റലി ഭയങ്കര ഒരു സപ്പോർട്ടാണ് ആ പെൺകുട്ടിക്കും കൂടെ കൊടുത്തത്. അപ്പോ നല്ലൊരു അംഗീകാരമാണ്. നിങ്ങൾ എന്നിട്ട് നമുക്കും ആ ഒരു അംഗീകാരം കിട്ടുന്ന പോലെയാണ്. പക്ഷേ ഈ വിനായകന്റെ കാര്യത്തിൽ ശ്രീമതി ധന്യാരാമൻ പലപ്പോഴും മുൻപ് മാധ്യമങ്ങൾ പോലും അതിന് പഴി കേട്ടിട്ടുള്ളതാണ്. ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ. താങ്കൾ നേരത്തെ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഞാനൊരു ദളിതനാണ്, ഞാൻ കറുത്തവനാണ്, അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങൾ വരുന്നു. ഇതിനൊരു സപ്പോർട്ട് വെളിയിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണല്ലോ താങ്കൾ ഇപ്പോൾ പറയുന്നത്, നിങ്ങളെ പോലും ഇത് കുഴയ്ക്കുകയാണെന്ന്. പക്ഷേ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു വിമർശനം ഇപ്പോൾ സവർണ മേധാവിത്വമുള്ള ആളുകളാണ് വിനായകനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് തന്നെ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞത് വിനായകന്റെ ആ നഗ്നതാ പ്രദർശനം വരുന്നു, പോലീസ് സ്റ്റേഷനിലെ വഴക്ക്, പിന്നെ തുടർച്ചയായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതുമാത്രമല്ല ദളിത് വിരുദ്ധത പോലും വിനായകന്റെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ അത് സമ്മതിക്കുന്നുണ്ട് ഇല്ലേ? മുൻപ് സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ഇപ്പോൾ വിനായകന്റെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടാണ്. അല്ല, ആദ്യമൊക്കെ നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ന് ഈ ഉപയോഗിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഉപയോഗിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ കാണിക്കുന്ന പ്രവൃത്തികളും ഒക്കെ പാൽക്കടിയിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് ഒരു നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. എത്രയായാലും നമ്മൾ അവരൊക്കെ കുറച്ച് എന്താ പറയണ്ടേ, സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരല്ല. ഇത്രയും മനുഷ്യരെ അറിയുന്നവരാണ്, അവാർഡുകളൊക്കെ വാങ്ങിച്ചവരാണ്, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങിച്ച ആൾക്കാരാണ്, സ്റ്റേറ്റ് അംഗീകരിച്ചവരാണ്. അപ്പൊ അവർക്ക് അതിന്റെ ആ പ്രിവിലേജ് ഉണ്ട്. ദളിതരുടെ ഇടയിലെ പ്രിവിലേജ് ഉള്ളവരാണ് അവരൊക്കെ. അപ്പോൾ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. ഇത് നാട് നിറച്ചങ്ങനെ വെറുപ്പിച്ച് മോശം ഭാഷ ഉപയോഗിച്ച് അത്തരം പ്രവൃത്തികൾ കാണിക്കുന്നതിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിയോജിപ്പ് വരാം. ഞങ്ങളൊക്കെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒരു വിഷയമൊക്കെ ചർച്ച ചെയ്തേ ഉള്ളൂ. അപ്പൊ അവരുടെ ഇങ്ങനെ വെല്ലുവിളിച്ചതിനോട് നാളെ 12 മണിക്ക് മുമ്പേ അതൊക്കെ വളരെ മോശമായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. കാരണം ഈ ദളിത് ആദിവാസി മേഖലയ്ക്ക് കഴിഞ്ഞ 2010 ശേഷം മാധ്യമങ്ങൾ തന്ന സപ്പോർട്ട് ചില്ലറയല്ല. ഞങ്ങൾക്ക് പകരം സംസാരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരാണ്. അതോ അവർക്ക് 100 കോടി കൊടുത്തു, 200 കോടി കൊടുത്തു, 1000 കോടി കൊടുത്തു, ഇത്തരം കഥകളാണ് കേട്ടോണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ സെറ്റിൽമെന്റുകളിലും ഒക്കെ വന്ന് ഞങ്ങളുടെ വനത്തിനകത്തും റിസർവ് ഫോറസ്റ്റിലും ഞങ്ങളുടെ ആൾക്കാർ താമസിക്കുന്നിടത്തൊക്കെ വന്ന് നിങ്ങളത് ഷൂട്ട് ചെയ്ത് പുറത്തു വിടാൻ തുടങ്ങിയ പിന്നെയാണ് സമൂഹം തന്നെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് തന്ന പിന്തുണ, ഈ ഒരു സമൂഹത്തിന് തന്ന പിന്തുണ ചെറുതല്ല. 2010 ഇപ്പുറത്തേക്ക് വേറൊരു വിപ്ലവമാണ് അത് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങള് അപർണയോടൊപ്പം തന്നെയാണ്. കാരണം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ട്. അത്ര ഒരു ഭാഷ ഉപയോഗിക്കുന്നതിലും ഒരു ഭീഷണി സ്വരം ഉപയോഗിക്കുന്നതിലും അതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ്. പക്ഷേ ഈ വിനായകന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ഇടത് ഹാൻഡിലുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷം പൊതുവെ വിനായകന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇയാൾ തന്നെ ഒരു ഇടത് സഹയാത്രികനാണല്ലോ, അത് മറച്ചു വെച്ചിട്ടുമില്ല. CPM-ന്റെ ആൾ തന്നെയാണ് വിനായകൻ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചപ്പോഴും അത് പരസ്യമാക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് വിനായകൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരു വ്യക്തി നമുക്ക് നിരന്തരം ഇങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു പാർട്ടിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യൂല. ആരും സപ്പോർട്ട് ചെയ്യൂല. എല്ലാരും കുറച്ച് കഴിയുമ്പോൾ എല്ലാരും തന്നെ കൈ ഒഴിയും. അത് തന്നെയാണ്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ആദ്യം പറഞ്ഞതിൽ നമുക്ക് കുറച്ച് ന്യായം ഉണ്ടെന്ന് തോന്നിയിരുന്നു. അന്നേരം എല്ലാവരും പിന്തുണച്ചു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് വലിയ പിന്തുണയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഞങ്ങളുടെ ഇടയിൽ നിന്നും ആരും വന്നിട്ടില്ല. കാരണം അത് ഇത്രയും തീവ്രമായിട്ടും മോശമായിട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിനായകനെതിരായിട്ട് സംസാരിക്കുന്നവർ അതിനകത്ത് പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ ഈ ദളിത് സമൂഹത്തെ മൊത്തവും ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മളും കൂടെ ഒന്നാമതേ ഒരു പിന്നെന്താ പറയണ്ടേ, ഒരു കയറി വരുന്ന ഒരു സമൂഹമാണ്. പക്ഷെ അവരെ വീണ്ടും വീഴ്ത്താനേ ഇത്തരത്തിലുള്ള ഉപയോഗിക്കും. ആൾക്കാരിൽ വെറുപ്പ് നിറയ്ക്കും. ഒന്നാമത് ഞങ്ങൾ ആൾക്കാർ പറയും സംവരണ വിരുദ്ധരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള ഒരു ഇടമാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അടുത്ത തലമുറയെ എങ്ങനെ ധൈര്യം കൊടുത്ത് വളർത്തണം എന്നുള്ളത്തെ പോലും ഞങ്ങൾ പേടിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ ഇത്തരം വാക്കുകൾ കൂടുതൽ ഞങ്ങളോട് സ്നേഹമുള്ളവർക്ക് പോലും ആക്കാനേ ഉപകരിക്കുകയുള്ളൂ. അത് നല്ലതിനല്ല. ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ധന്യയ്ക്ക് മുൻപ് പല അവസരങ്ങളിലും വിനായകനെ പിന്തുണച്ചിട്ടുള്ള ആളാണ്. അത് പൊതുവെ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ അങ്ങനെയായിരുന്നു. കാരണം തങ്ങളോടൊപ്പമുള്ള ഒരാൾ എന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ അവർക്കും സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ പിന്തുണ എന്തായാലും ഇല്ല കേട്ടോ. തീർച്ചയായും ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ധന്യ അടക്കമുള്ള ദളിത് സമൂഹത്തെ ആർക്കോ വേണ്ടി
പണം കൈപ്പറ്റിയാണോ അതോ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണോ ഒറ്റ കൊടുക്കുന്ന യൂദാസ് ആണ് ഇയാൾ എന്ന് പറയുന്നതിൽ സംശയം വേണ്ട. പിന്നീട് ഈ ധന്യക്കൊക്കെ ഉണ്ടാവുന്ന ഒരു വിവേകമുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാവാത്തത്? ചാണകം പേറിയവനെ ചുമന്ന ചാണകം മണക്കും എന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാത്തത്? കുറച്ചുകൂടി ഞാൻ കടത്തി പറയണ്ടല്ലോ, ചാണകത്തിനപ്പുറത്ത് പറയണ്ടല്ലോ. വിസർജ്യം, മനുഷ്യ വിസർജ്യം പേറിയവനെ ചുമന്നാൽ മനുഷ്യ വിസർജ്യമായിരിക്കും ആ സകലം നമ്മളെ മടക്കുക. ആ ബോധ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇല്ലാത്തത്? നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഞാൻ ആ പക്ഷത്തെ അവഹേളിക്കുന്നില്ല. ഞാനും ശ്രീ മഞ്ജുഷുമൊക്കെ നമ്മളൊക്കെ ലെഫ്റ്റായി ചിന്തിക്കുന്നവരാണല്ലോ. പക്ഷേ CPM-ൽ നിന്ന് ഒരാളെങ്കിലും ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു 4 വരി ഫേസ്ബുക്കിൽ കുറിക്കാനെങ്കിലും തയ്യാറായോ? എന്താ നാളെ അപർണയ്ക്ക് മറുപടി, അപർണക്കുറുപ്പിന് മറുപടി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? അപർണയെ ഇടതുപക്ഷ രാഷ്ട്രീയമാണോ പഠിപ്പിക്കാൻ പോകുന്നത്? വിനായകൻ ഇടതുപക്ഷത്തെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ്, ഞാൻ CPM എന്നല്ല പറയുന്നത്, ലെഫ്റ്റ് ഐഡിയോളജിയെ പറ്റിയാണ്. വിനായകൻ അത് എഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയ ആളാണ് എന്റെ കൂടി സഹപ്രവർത്തകയായിട്ടുള്ള പ്രിയപ്പെട്ട അപർണ. അല്ലെങ്കിൽ കൃത്യമായി ദളിത് സമൂഹത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന ചാനലാണ് ന്യൂസ് 18 എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എത്രയോ കാലങ്ങളായി നമ്മൾ സഹകരിക്കുന്നവരാണ്. അതിൽ CPM-ന്റെ രാഷ്ട്രീയമല്ല കേട്ടോ, ദളിത് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് വിനായകന് സാധിച്ചിട്ടുള്ളത്? ഇനി നാളെ ഈ പറയുന്ന മഹാൻ ഇവൻ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റൂ, ഇവൻ നാളെ നിങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുമോ നിങ്ങൾക്ക്? അതോ എങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്തണം, എങ്ങനെ റിപ്പോർട്ടിംഗ് നടത്തണം, എങ്ങനെ ആങ്കറിംഗ് നടത്തണം എന്നുള്ളതിന്റെ ക്ലാസ് നമ്മൾ കൂടണോ? എന്നിട്ട് വേണോ? അപ്പൊ ഞാൻ പറയുന്നത്, കൃത്യമായ സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം ഈ വിഷയത്തിൽ ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ ധന്യ പറഞ്ഞതുപോലെ എന്താണ്, ആദ്യം ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തു, പിന്നീട് പറഞ്ഞ പല കാര്യങ്ങളിലും ഞങ്ങൾ പിന്തുണ കൊടുത്തില്ല. ഞങ്ങൾ എന്ന് പറയുന്നത് ദളിത് സമൂഹം. പക്ഷെ പിന്നീട് ഒരു ഡസൻ കാര്യങ്ങൾ പറഞ്ഞെന്നേ, ഒരു ഡസൻ കാര്യങ്ങൾ ചെയ്തെന്നേ. എന്നിട്ട് ഇവിടുത്തെ സംവിധാനം, സർക്കാർ സംവിധാനം, പോലീസ്, സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് അടക്കമുള്ളവർ, ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ തന്നെ പോലീസിനുള്ളിൽ ഒരു വിങ് ഉണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ കൈയനങ്ങാത്തത്, നാവനങ്ങാത്തത്? ഇടതുപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് ഒരു MLA എങ്കിലും, പോട്ടെ MLA വരെ മാറ്റി നിർത്തിയേക്ക്, എന്നെ പോലെയുള്ള CPM-ന്റെ സ്പോക്ക് പേഴ്സൺസ് എങ്കിലും ഒരു 4 വരി കുറിക്കണ്ടേ? വിനായക അരുത്, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന് പറയണ്ടേ? അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ധന്യൊക്കെ എടുത്ത് ഒരു ആർജവം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് പല ഐഡിയകളിൽ നിന്ന് VS-ന്റെ പടം, പിണറായി വിജയന്റെ പടം, സഖാവ് യെച്ചൂരിയുടെ പടം ഒക്കെ വെച്ചിട്ട് വന്നിരുന്ന സപ്പോർട്ടാണ്. ഇത് പോരാ, ഇതിൽ കൂടുതൽ എഴുതണം, അപർണക്കുറുപ്പിനെ പറ്റി കുറച്ചുകൂടി വർണ്ണിക്കൂ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പറ്റി കുറച്ചുകൂടി വർണ്ണിക്കൂ തുടങ്ങിയുള്ള രീതിയിലാണ് ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ നമ്മുടെ ധന്യയും ശ്രീ ബലദേവും ഒക്കെ പറഞ്ഞത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അവഗണിച്ചാൽ മതി എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ തെരുവിൽ, നമ്മുടെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയിൽ അവിടെ ഒരു വേട്ടപ്പട്ടി, ഒരു ചവ്വാലിപ്പട്ടിക്ക് പേ ഇളകി എന്നിരിക്കട്ടെ. ആ പട്ടി എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കുരയ്ക്കുന്നു, കടിക്കാൻ ഓങ്ങുന്നു. 2-3 ദിവസം നമ്മൾ കടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ പട്ടി അവിടെ നിന്നോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ആ പട്ടി അവിടെ നിൽക്കട്ടെ, ആ പേപ്പട്ടി അവിടെ നിൽക്കട്ടെ, അവന്റെ കടി കൊണ്ടാക്കാം എന്ന് വെക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ നമ്മൾ ആ പേപ്പട്ടിയെ പിടിച്ചുകൂടി അതിന് ആവശ്യമായ ചികിത്സ കൊടുക്കണം, അല്ലെങ്കിൽ തല്ലിക്കൊല്ലണം ആ പേപ്പട്ടിയെ. പേപ്പട്ടിയുടെ കാര്യമാണ് കേട്ടോ. ഇനി ഞാൻ കൊലപാതക ആഹ്വാനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എനിക്കെതിരെ SC അട്രോസിറ്റി വകുപ്പും കൂടെ ഇട്ട് ഇവിടുത്തെ പോലീസ് ചിലപ്പോൾ കേസെടുത്ത്. അതല്ല, വിനായകന്റെ അടുത്ത പോസ്റ്റ് വരും താങ്കൾക്കെതിരെ കുറെ തെറി എഴുതിക്കൊണ്ട്, അതേ ഉണ്ടാവുകയുള്ളൂ. അന്നേരവും കണ്ണടയ്ക്കും പോലീസ്, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ രാഹുൽ ഈസ്റ്റർ, വിനായകന്റെ വലിയൊരു സപ്പോർട്ടർ ആയിരുന്നുവല്ലോ താങ്കൾ, ഇപ്പോഴുമാണോ എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, വിനായകന് പലതവണയും വിനായകന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരവസരം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ ചർച്ചയിലും വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ. ഇപ്പോഴും അങ്ങനെയാണോ രാഹുൽ? അല്ല, അങ്ങനെയല്ല ശ്രീ മഞ്ജുഷ്. വിനായകൻ അടക്കമുള്ളവരോട് നമ്മളൊരു പോസിറ്റീവായ അപ്രോച്ച് എടുക്കണം, വിനായകൻ അവസരം കൊടുക്കണം എന്ന് വിശ്വസിച്ചാണ്. പക്ഷെ വിനായകൻ ഓരോ തവണയും വിനായകൻ എന്ന കലാകാരനെ ബഹുമാനിക്കുന്നവരെ നിരാശപ്പെടുത്തുകയാണ്. വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ തവണയും അദ്ദേഹം ചെയ്തത് ഒന്നെങ്കിൽ മദ്യാസക്തിയിലായിരിക്കും. കാര്യം അദ്ദേഹത്തിലെ കലാകാരനെ നമുക്കെല്ലാം ബഹുമാനമാണ്. രജനീകാന്തിന്റെയും മോഹൻലാലിന്റെയും അടക്കം പ്രധാന വില്ലനായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന മലയാളത്തിലെ ഒരു സ്റ്റാറാണ്. പക്ഷെ അദ്ദേഹം എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട VS-നെ കുറിച്ചാണെങ്കിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണെങ്കിലും അദ്ദേഹം നഗ്നതാ പ്രദർശനമാണെങ്കിലും ഇപ്പൊ അപർണയെ കുറിച്ച് എഴുതിയതാണെങ്കിലും ഇത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ് ഈ ക്രോസ് എല്ലാം, പണ്ടേ ഇതെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന്. പക്ഷെ രാഹുലിനെ തിരിച്ചറിയാൻ വൈകി.
ഒരു പക്ഷേ തിരിച്ചറിയാൻ വൈകി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാര്യം വിനായകനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്ഷൻ വേണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വിനായകനൊക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതാ. ഇതിൽ ഒരു ജാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിനെ ജാതി എന്ന ഡിഫൻസ് ഉയർത്തി, നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നേരെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ ആരെങ്കിലും വസന്തിനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാഥമിക അന്വേഷണം ഇല്ലാതെ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ഇവർ യഥാർത്ഥത്തിലെ നമ്മുടെ പിന്നോക്ക വിഭാഗത്തിന്റെ ജനുവിനായ പ്രശ്നങ്ങളെ ഇവർ ഉയർത്തുന്നില്ലെന്ന് മാത്രമല്ല, ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ തന്നെ പോസ്റ്റ് നമ്മൾക്ക് കാണാം. അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന് പറയുകയും ദാസേട്ടനെ കുറിച്ച് ആരെ കുറിച്ച് പറയുന്നത് മോശമാണ്. നമ്മൾ ഗാനഗന്ധർവനായി ദൈവിക ശബ്ദമായി കാണുന്ന ദാസേട്ടനെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു വേദിയിൽ ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റുക? അപ്പൊ സിനിമാ സംഘടനകളടക്കം അതൊന്ന് ശരിയാക്കണം. ഇടയ്ക്ക് പ്രതീക്ഷ വെച്ചിരുന്നു ജയസൂര്യൊക്കെ. ഒരു കാര്യം കൂടെ, നടൻ ജയസൂര്യൊക്കെ വിനായകനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി വിനായകനെ ജയസൂര്യ നന്നാക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷ പല ആൾക്കാരും വെച്ചിരുന്നു. വിനായകന്റെ കഴിവിനെ ആരും കുറച്ച് കാണുന്നില്ല. സിനിമാ രംഗത്ത് നിന്ന് ആരും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നതാണ്. വിനായകനെതിരെ ഒരക്ഷരം ഇവരാരും മിണ്ടുന്നില്ല. അമ്മ സംഘടനയിൽ വിനായകൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വിനായകനെതിരെ ഒരക്ഷരവും പറയില്ല. ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും സ്കിപ്പ് ചെയ്തു പോകും. ഒരു കാര്യം ശ്രീ വസന്ത് പറഞ്ഞതിനോട് ഒരു യോജിപ്പ് പറഞ്ഞോട്ടെ. CPM-കാർ ആക്റ്റീവായി വന്ന് വിശാല അർത്ഥത്തിൽ സോക്കോൾഡ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണല്ലോ വിനായകൻ. ചെയ്യുന്നത് ഈ മാന്യതയും മര്യാദയും ലംഘിക്കുകയാണ്. ഈ രീതിയിൽ മുമ്പോട്ട് വന്ന് അവര് പറയാൻ തയ്യാറാകണം. വിനായകൻ എന്തായാലും BJP-യോ കോൺഗ്രസോ ആണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ ഇടതുപക്ഷ ദളിത് ഐക്യത്തോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. CPM-കാർ വന്ന് ഇടതുപക്ഷക്കാരെ വന്ന് കാര്യമായി വിനായകനെ ഗുണദോഷിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഏതെങ്കിലും രീതിയിൽ വേണം. വിനായകന്റെ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്ക് വളരെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്, ചീത്ത ഇൻഫ്ലുവൻസ്. രാഹുൽ ഈശ്വർ വിനായകനെ കുറിച്ചുള്ള നിലപാട് മാറ്റിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചർച്ചയ്ക്കുണ്ട്. വിനായകനെ എന്നും സപ്പോർട്ട് ചെയ്തു വന്നിരുന്ന രാഹുൽ ഈശ്വരനും ഇപ്പോൾ വിനായകനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഇപ്പോൾ പറഞ്ഞതിന് നേരത്തെ തന്നെ വസന്ത് മറുപടി നൽകിയിരുന്നു. കാരണം ഈ പറയുന്ന സോക്കോൾഡ് CPM-ന് വിനായകനെ ആവശ്യമുണ്ട്. എന്തിനാണ് വലതുപക്ഷക്കാരെ ചീത്ത വിളിക്കാൻ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ ചീത്ത വിളിക്കാൻ? അത് ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് പോലും വിനായകൻ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. അതിന് കയ്യടി കിട്ടിയിരുന്നു ഇടത് ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്ന്. അതാണ് CPM വിലക്കാത്തത് ഈ പറയുന്ന വിനായകനെ. ജാമ്യത്തിൽ പോകാൻ അനുവദിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, അവിടെ ഒരു കാര്യം, എന്നിട്ട് ഈ ദളിത് ഡിഫൻസ് കൂടെ പറയും. നാളെ ശ്രീമതി ധന്യാരാമൻ, ശ്രീ ദിനു അടക്കമുള്ള ഒരുപാട് പേർ ജനുവിനായ കാര്യം അവർ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ദളിത് ഡിഫൻസിന്റെ പേരിൽ അവർ പറയുന്ന വാദഗതികളുടെ ശക്തി കുറയും. അവിടെയാണ് വിനായകൻ യഥാർത്ഥത്തിൽ പൊതുശല്യം എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ വിനായകന്റെ ആ സമൂഹത്തിനും നമ്മുടെ സമുദായങ്ങൾക്കും എല്ലാം ദ്രോഹം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അസഭ്യവും എന്താ പറയണേ വൃത്തികേടും മാത്രം പറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നടപടികൾ നേരിടണം. ശരി, ശ്രീമതി ധന്യാരാമൻ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങളും മുൻകൈ എടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരാൾക്കെതിരെ ഇങ്ങനെയുള്ള അസഭ്യ പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കും പരാതി കൊടുക്കാം. കാരണം നിങ്ങളുടെ സത്പ്രവൃത്തികളെയാണല്ലോ ഇയാൾ റദ്ദ് ചെയ്യുന്നത്. അത് നമ്മളുടെയൊക്കെ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ലീഗൽ സൈഡ് നോക്കുന്നത്. അത് തീരുമാനിച്ച് അവരത് എന്താ വേണ്ട വെച്ചാൽ ചെയ്യുമായിരിക്കും. ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുറെ FB-ലൊന്നും. ശരി തന്നെയാണ്. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, രാഹുൽ ഈശ്വർ നിലപാട് മാറ്റിയത് സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ പലതവണ, പക്ഷെ ബലദേവിന് നേരത്തെയും എനിക്ക് തോന്നുന്നു വിനായകനോട് അത്ര നീരസം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കൂടുതൽ ഇത്തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഇപ്പോഴും ഈ CPM ശ്രമിച്ചാൽ വിനായകനെ നന്നാക്കിയെടുക്കാം എന്ന് പറയുന്നുണ്ട്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ ബൽദേവ്. ഹലോ, കേൾക്കാം. അല്ല, CPM ശ്രമിച്ചാലും നമ്മൾ പറയുന്ന രീതി മാറുന്നില്ല. ചില വ്യക്തികൾക്ക് ജന്മനാ ഉള്ള ചില സ്വഭാവമാണ്. നമ്മൾ പറയില്ല ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. ഇവിടെ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരാളിനെ ആക്ഷേപിക്കുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. 2, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു ശുദ്ധി ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമില്ലാതാണ് വിനായകൻ സംസാരിക്കുന്നത്. വിനായകന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. വെള്ളം അടിക്കുക അല്ലെ കഞ്ചാവ് അടിക്കുക, എന്നിട്ട് എവിടെയെങ്കിലും വന്നിരുന്നോട്ട് മാന്യന്മാരെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ ചില സൈബർ സഖാക്കളോ മറ്റാരെങ്കിലും കാണും. അവസാനം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള ദളിത് കാർഡ് ഉയർത്തിപ്പിടിക്കും. എടാ, ഞാനും ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ, ഞാൻ നാളെ തോന്നിയാസം പറഞ്ഞിട്ട് ഞാൻ സമൂഹത്തിന് വേണ്ടിയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സമൂഹം അതിനെ തള്ളി പറയണ്ടേ? ഇപ്പൊ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ തള്ളി പറഞ്ഞല്ലോ. ശ്രീ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ, അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വാദിച്ചിരുന്ന ഒരിക്കലും ഈ വിനായകൻ എന്ന വ്യക്തിയല്ല,
വിനായകൻ എന്ന വ്യക്തിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ്. ആ കഥാപാത്രത്തെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അല്ലാതെ ഒരു വ്യക്തിയല്ലല്ലോ നമ്മൾ ആരും ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ ആയാലും എന്റെ ആയാലും എല്ലാവരുടെയും നിലപാട് ആ രീതിയിലാണ്. ആ നിലപാടിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് അറിയാമല്ലോ, ആരൊക്കെ തീവ്രവാദികളെ വളർത്തിയിട്ടുണ്ടോ ആ തീവ്രവാദികളാൽ അവർ അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞൊരു കഞ്ചാവുകാരന്റെ ഇപ്പൊ റേപ്പ് കേസിലെ പ്രതിയാണ്. അപ്പൊ യവൻ നാളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സഹിക്കാൻ വയ്യാതെ വരും. സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകരും മറ്റു സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇവനെതിരെ തിരിയുമ്പോൾ ശരി ബൽദേവ്, ശരിയാണ്, വേടന്റെ കാര്യമാണ്. അതുകൂടി രാഹുലിനോട് ചോദിക്കാം. അതിനുമുമ്പ് ശ്രീ ബൈജു കൊട്ടാരക്കര കൂടി ചേരുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, സിനിമാ രംഗത്തു നിന്നുള്ള ഈ വിനായകനെ പക്ഷേ സിനിമാ രംഗത്തു നിന്നുള്ളവർ അവരാരും തള്ളിപ്പറയുന്നില്ല. ഇങ്ങനെ എത്ര അസഭ്യപക്ഷങ്ങൾ ഉണ്ടായാലും വിനായകനൊപ്പം തന്നെയാണ്, അല്ലേ? അതായത് സിനിമയ്ക്കുള്ള പ്രത്യേകത മഞ്ജുഷിന് അറിയാമല്ലോ. അതായത് സിനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആരെന്ത് വൃത്തികേട് പറഞ്ഞാലും അവരെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവമൊന്നും എല്ലാ സിനിമാക്കാർക്കൊന്നുമില്ല. ആരെന്ത് ചെയ്താലും, അവിടെ റേപ്പ് കേസ് വന്നാലും ഇനിയിപ്പം മറ്റെന്തെങ്കിലും കേസുകളൊക്കെ വന്നാലും അപ്പോൾ അവർക്ക് സംഘടനകളിൽ ഇലക്ഷൻ നിൽക്കാനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഒരു 80% സിനിമാക്കാരുമെന്ന് ഞാൻ പറയും. ഈ വിനായകൻ്റെ കാര്യം എടുത്താൽ, ഇയാൾ പണ്ട് എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്തുമൊക്കെ ചാൻസ് ചോദിച്ച് നടന്നിരുന്ന ഒരാളാണ്. ഒരുപാട് പേരങ്ങനെയാണ്, ഈവൻ മമ്മൂട്ടി വരെയും ചാൻസ് ചോദിച്ച് നടന്നിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സിനിമയിലേക്ക് വന്നു, അയാൾക്കൊരു നല്ല കാലം വന്നു, അയാൾ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നന്നായി. രജനീകാന്തിനെ പോലെയുള്ള ഒരു നടൻ്റെ കൂടെ, ലോകമറിയുന്ന ഒരു നടൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്തു. ധാരാളം പണം കയ്യിലേക്ക് വന്നപ്പോൾ ഇയാൾക്ക് അഹങ്കാരം കൂടി എന്ന് തന്നെ വേണം പറയാൻ. അഹങ്കാരവും ഡ്രഗ്സും പിന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. ഇയാളുടെ നേരത്തെയുള്ള കേസുകളുമൊക്കെ എത്ര കേസുകളാണ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നതിനിടയ്ക്ക്? ഏതെങ്കിലും ഒരു സിനിമാക്കാർ ഒരു കാര്യം ചോദിച്ചോ? അല്ലെങ്കിൽ ഈ AMMA എന്ന് പറയുന്ന സംഘടന അതിനകത്ത് മെമ്പറാണല്ലോ, ആ സംഘടനയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചോ? സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആരെങ്കിലും ചോദിച്ചോ, വിനായകൻ നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ, ഈ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കൊള്ളാമോ? അതോ പറയുന്നതോ നാക്കെടുത്താൽ തെറിവാചകം മാത്രം പറയുന്ന വിനായകൻ, മുണ്ടൂക്കി കാണിക്കുന്ന വിനായകൻ, ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ മരിച്ചുപോയ നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ തെറി പറയുന്ന വിനായകൻ. ഇയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ ഒരു ദളിത് കാർഡ് എടുത്ത് പൊക്കി കാണിക്കും. അത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. വേടനെടുത്ത് പൊക്കി കാണിച്ച പോലെ വേടൻ ദളിത് കാർഡ് എടുത്ത് കാണിച്ചാണല്ലോ കുറച്ചു കാലം നടന്നത്. ഇപ്പോൾ ഒരു 6-7 പെൺപിള്ളേർ വന്നിട്ട് ആ വേടനെതിരെ ബലാത്സംഗ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ദളിത് കാർഡും ഇല്ല, വേടനുമില്ല. അല്ലെങ്കിൽ CPM-ന്റെ ഒരു മീറ്റിംഗ് കൂടിയാൽ പോലും പിന്നെ ഈ വേടനെ വിളിച്ച് അവിടെ കൊണ്ടുപോകായിരുന്നു. ഈ പിന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിൽ അന്ന് അനുശോചന സമ്മേളനം വെച്ചപ്പോഴും ഈ വിനായകനെ അവിടെ കൊണ്ടുപോയി. വിനായകനെ കൊണ്ടുപോയി ആള് കൂടുമെന്നാണ് അവരുടെ ധാരണ. അതായത് പേപ്പെട്ടി നിൽക്കുന്നിടത്ത് ആള് കൂടാറില്ല സാധാരണ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പേപ്പെട്ടി നിൽക്കുന്നിടത്ത് ആള് കൂടാറില്ല. കാരണം പേപ്പട്ടിയെ പേടിയാണ്. അവ എപ്പോൾ പേപ്പട്ടി ചാടി വീണ് കടിക്കും, അല്ലെങ്കിൽ കുരയ്ക്കും. അതിൻ്റെ സലൈവ വീണാൽ പോലും അത് കുഴപ്പത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ വിനായകൻ ഈ പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പേപ്പട്ടിയെക്കാട്ടിലും കഷ്ടമായ രീതിയിലാണ് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. ഇയാളെ നിയന്ത്രിക്കാനോട് ആരുമില്ലേ? ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇയാളില്ലെങ്കിൽ എന്താ സിനിമയില്ലേ? ഇയാളെക്കാട്ടിലും എത്രയോ വലിയ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ, എത്രയോ വലിയ നായകന്മാർ വന്നിട്ടുണ്ട്, എത്രയോ നല്ല ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർ വന്നിട്ടുണ്ട്, ദളിതർ എത്രയോ പേര് വന്നിട്ടുണ്ട്. JC ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ മലയാള സിനിമ തുടങ്ങിയതായ അദ്ദേഹമല്ലേ? റോസി എന്ന് പറഞ്ഞ ദളിത് സ്ത്രീയല്ലേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് നായിക വേഷം കെട്ടിയത്? എത്രയോ പേർ. എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. JC ദാനിയുടെ പേരിൽ അവാർഡ് പോലും ഉണ്ട് മലയാള സിനിമ, അറിയാമല്ലോ. ഇത് നേരെ മറിച്ച് ഈ വിനായകനെ പോലെയുള്ള ഇങ്ങനെ ചില വൃത്തികെട്ടവന്മാർ എന്ന് ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ ഇൻഡസ്ട്രിക്ക് കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. വായി തോന്നുന്നതെന്ന് വിളിച്ചു പറയുക. വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അതിന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ ഉടനെ ദളിത് കാർഡ് എടുത്ത് പൊക്കി പിടിക്കും. കാരണം അവരുടെ പേരിൽ ഉടനെ കേസാവുമല്ലോ. ഞാനും ഇപ്പോൾ ഈ പറയുന്നതിന് വേണമെങ്കിൽ നാളെ കൂടെ കേസ് കൊടുക്കാം, അപമാനിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇവരുടെ സ്ഥിരം പരിപാടിയാണിത്. വിനായകന്റെ സ്ഥിരം പരിപാടി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാൾ പറയുന്ന അറയ്ക്കുന്ന വാചകങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി എന്നിട്ട് ആ പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞോ? എന്തുകൊണ്ടാണ് ആ പോലീസുകാർ പോലും ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഈ ദളിതൻ എന്നുള്ള ഒരൊറ്റ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്. അതുപോലെ തന്നെ അയലത്തുകാരുടെ തുണിപൊക്കി കാണിച്ച സംഭവം,
ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അടിച്ച് ഫിറ്റായിട്ട് അവിടെ പോയിരുന്ന സംഭവം, അവിടെ CSFR അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ എത്ര കേസുകളാണ് ഇയാളുടെ പേരിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത സമയത്തായിട്ട് കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോനെതിരെ കേസെടുക്കാൻ കാണിച്ച ആ ഒരു ആർജവം, ഈ പോലീസിന്റെ ഒരു ധൃതിയാണല്ലോ അവിടെ കണ്ടത്. അതാണ് ഹൈക്കോടതി നിന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ല അതിന്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് എന്നുള്ള കാര്യം പോലും. അപ്പോൾ അതൊന്നും ഈ പറയുന്ന വിനായകന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. വിനായകനെതിരെ കേസെടുത്താൽ പോലും സ്റ്റേഷൻ ജാമ്യം പരമാവധി അല്ലേ? മഞ്ജുഷേ, ഈ ശ്വേതാ മേനോന്റെ കാര്യത്തിൽ സംഭവിച്ച വേറൊന്നാണ്. ശ്വേതാ മേനോന്റെ കേസെടുത്തെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ശ്വേതാ മേനോന്റെ കൂടെ അഭിനയിച്ച മമ്മൂട്ടിക്കെതിരെ കേസെടുക്കണ്ടേ? ശ്വേതാ മേനോൻ അഭിനയിച്ച പിന്നെ ബിജു മേനോനെതിരെ, കളിമണ്ണിൽ അഭിനയിച്ച ബിജു മേനോനെതിരെ കേസെടുക്കണ്ടേ? എന്താ ഇവർക്കാരെയും കേസെടുക്കാത്തത്? ശ്വേതാ മേനോൻ അവരുടെ പ്രൊഫഷനാണ് ചെയ്തത്. ശ്വേതാ മേനോൻ പറഞ്ഞോ ഏതോ ഒരു വിവരം കിട്ടാൻ കൊണ്ട് ഒരു കേസ് കൊടുത്തു പറഞ്ഞിട്ട് എന്താണ് കാര്യം അതിനകത്ത് ഒരു കഥയില്ല. അത് പക്ക പൊളിറ്റിക്കലാണ് ശ്വേതാ മേനോന്റെ കാര്യത്തിൽ. അതായത് AMMA എന്ന സംഘടന, ജഗദീഷ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ മാന്യനായ ഒരു വ്യക്തി, ഇന്നേ വരെ ഒരു പേരുദോഷം കേൾപ്പിക്കാത്ത ജഗദീഷ് എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ നടൻ അവിടെ നിന്നും മാറിയപ്പോൾ അവിടേക്ക് ദേവൻ എന്ന് പറഞ്ഞ BJP-കാരനെ പ്രതിഷ്ഠിക്കണം. ദേവൻ എന്ന് പറഞ്ഞ BJP-കാരനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പിന്നീട് കരടായി നിന്നത് ശ്വേതാ മേനോനാണ്. തിരുവനന്തപുരത്ത് കോൺക്ലേവ് നടന്നപ്പോൾ നമ്മുടെ മന്ത്രി സജി ചെറിയാനും ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞു, സ്ത്രീകൾ ഒരു സംഘടനയുടെ തലപ്പത്ത് വന്നാൽ എന്താണ് കുഴപ്പം? അപ്പോൾ ഇവർക്കൊക്കെ തോന്നി ചിലപ്പോൾ ശ്വേതാ മേനോൻ ആ AMMA പ്രസിഡന്റായിട്ട് വന്നാലോ, സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറച്ച് ഉന്നതിയിലേക്ക് അവരെ കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പം എന്ന് മന്ത്രി വരെ ചോദിച്ചിരിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. ചിലപ്പോൾ വോട്ട് ചെയ്ത് അവരെ കൊണ്ടുവന്നാൽ മൊത്തത്തിൽ മാറി. അതുകൊണ്ട് ഒരു രാഷ്ട്രീയം തന്നെയാണ് അവർ കളിച്ചത്. BJP-യിൽ കൊണ്ട് AMMA എന്ന് പറയുന്ന സംഘടനയെ കെട്ടാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തതെന്നുള്ളത് യാതൊരു തർക്കവുമില്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്വേതാ മേനോനെതിരെ കേസെടുക്കാൻ പോലും ഈ മുൻകൈ എടുത്ത ഒരാൾ നടന്നത്, അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ. അല്ലാതെ ശ്വേതാ മേനോൻ പിന്നെ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ ഇയാൾ എന്താ 24 മണിക്കൂർ പോൺ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇയാൾ ആദ്യം ഇവനെ പിടിച്ചുകൊണ്ട് അകത്തിടാൻ കേസ് കൊടുത്തവനെ, ഇവന്റെ പണി 24 മണിക്കൂർ പോൺ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് അയാൾ ചെയ്യേണ്ടത്. പിള്ളേർ ചെയ്യുന്നത് കണ്ടെന്ന് 10-20 വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോ, അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ അവരൊരു ആഡും ചെയ്തിട്ടുണ്ട്. കാമസൂത്രയുടെ ആടാണ് അവർ ചെയ്തത്. കാമസൂത്രയുടെ ആടിൽ പിന്നെ എന്താണ് പർദ്ദയിട്ട് അഭിനയിക്കണോ? ഞാൻ അറിയാൻ ചോദിച്ചാണ്. കാമസൂത്രയുടെ ആട് ചെയ്യുമ്പോൾ പർദ്ദയിട്ടുകൊണ്ട് ശ്വേതാ മേനോൻ പോയി അഭിനയിക്കണോ? കളിമണ്ണെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ ശ്വേതാ മേനോൻ വരെ ബിജു മേനോൻ പ്രസവിച്ചാൽ മതിയോ? അവർ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, ഒരു അഭിനേതാവിന്റെ ആവശ്യമല്ലേ? ഒരു അഭിനേതാവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യിക്കുന്നത്. അവർ റെഡിയാണെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. സൗകര്യമുള്ളവൻ കണ്ടാൽ മതി. അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സൗകര്യമുള്ളവൻ കണ്ടാൽ മതി. അത് ചെയ്യാതെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അവരെ എങ്ങനെ അവധിയിൽ നിന്ന് താഴ്ത്തിറക്കാം? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 10-20 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തേക്കാം. ഫയൽ ചെയ്തു. പോലീസുകാർക്കും ധൃതിയാണ്. ശ്വേതാ മേനോനെ അറസ്റ്റ് ചെയ്തു, പോലീസുകാരുടെ പേര് കിട്ടുമല്ലോ. ശ്വേതാ മേനോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പടം ചാനലുകളെല്ലാം കൂടെ നിൽക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, പിന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് അവരെ അവിടെ നിന്ന് വിടുന്നു. പക്ഷേ വിനായകന്റെ മുന്നിൽ സല്യൂട്ട് ചെയ്ത് നിൽക്കും. വിനായകന്റെ മുന്നിൽ സല്യൂട്ട് ചെയ്ത് നിൽക്കും. കാരണം പോലീസുകാർക്കറിയാം വിനായകൻ ദളിതിന്റെ കാർക്കത്ത് കാണിക്കും. ഇവിടെ ദളിതൻ എന്തും ചെയ്യാവുന്നതാണ്. 6-7 പെമ്പിള്ളാരെ റേപ്പ് ചെയ്ത വേടം പോലും ഇന്ന് ഒളിവില. ഇയാൾ ഒളിവി നിൽക്കുക. അതും ദളിതിന്റെ കാർഡ് വെച്ചാണ്. CPM-ന്റെ ഈ നാട്ടിൽ നടന്ന ഒരു 3-4 വലിയ പരിപാടികളിൽ ആളെ കൂട്ടാൻ കൊണ്ടുവന്ന ഒരാളായിരുന്നു ഈ വേടൻ. അല്ലാതെ അയാളുടെ വലിയ കവിത്വം ഉണ്ട് എന്നൊന്നും ഞാൻ പറയത്തില്ല. അയാളുടെ പാട്ട് കൊള്ളാം, പക്ഷെ അയാൾ ഒരു വലിയ കവിയാണ്, അയാൾ വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, വലിയൊരു സിംഗറാണ് എന്നൊന്നും അവകാശപ്പെടാനില്ല. ഈ കാർഡാണ് ഇവരെ എല്ലാം വളർത്തുന്നത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ വേടന്റെ കാര്യത്തിലും താങ്കൾക്ക് നിലപാട് മാറ്റേണ്ടി വന്നേക്കാം കേട്ടോ. കാരണം നേരത്തെ എങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഈ വിനായകന്റെ കാര്യത്തിൽ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇത് ശരിയല്ല ഈ പോക്ക്. അന്നേരം താങ്കൾ വിനായകനെ അനുകൂലിച്ചിരുന്നു. അതാണ് ഇവിടെ നേരത്തെ ബൈജു തന്നെ ചൂണ്ടിക്കാണിച്ചു വേടന്റെ കാര്യം. അതെ, വേടന്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. പണ്ട് മുതലേ സാമുദായിക കാരണങ്ങൾ കൊണ്ട്, ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഗാന്ധിയന്മാരും ഇടതുപക്ഷക്കാരും എല്ലാം ദളിത് സമൂഹത്തോട് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക പരിഗണനയും കാണിച്ചിരുന്നു എന്നുള്ള ചരിത്രത്തിൽ സത്യമാണ്.
നമ്മുടെ മഹാത്മാഗാന്ധി അടക്കം പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. നമ്മുടെ സമൂഹത്തിലെ 99% ദളിത് സഹോദരങ്ങളും പോസിറ്റീവായിട്ടാണ് ആ പരിഗണന എടുത്തത്. അവരതിലൂടെ മുമ്പോട്ട് വന്നു, രാജ്യത്തിന്റെ ശക്തിയായി, പ്രസിഡന്റായി. നമ്മുടെ ഇപ്പോഴത്തെ ST വിഭാഗത്തിലെ പ്രസിഡന്റാണ് നമുക്കുള്ളത്. അപ്പൊ എല്ലാ പാർട്ടികളും ഒരു പോസിറ്റീവ് അപ്രോച്ച് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർ അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ, അതൊരു സത്യമാണ്. അത് ദളിത് സമൂഹത്തോട് ഏറ്റവും അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് പറയുന്നത്. നമ്മുടെ ദളിത് സമൂഹം ചരിത്രപരമായി നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അവരെ മുമ്പോട്ട് കൊണ്ടുവരണം, എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കണം, മുമ്പോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ചില ആൾക്കാരെങ്കിലും അതൊരു ദളിത് കാർഡായിട്ടുണ്ട്. നേരത്തെ സംസാരിച്ചത് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഈ നായാട്ട് എന്ന സിനിമയിൽ വളരെ വേദനയോടുകൂടി ജോർജ് പറയുന്ന ഒരു രംഗമുണ്ട്. മരിച്ചതൊരു ദളിതനാണ്, അതുകൊണ്ട് നമുക്കെതിരെ അടക്കം വ്യാജ കേസുകളോ ബാക്കി കാര്യങ്ങളോ. ഒരു അവസാനം ജോജുവിന്റെ കഥാപാത്രം അതിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഭരണഘടനയും മഹാനായ ബാബാ സാഹേബ് അംബേദ്കറും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അടക്കം പോസിറ്റീവായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കം പിന്നീട് എല്ലാ ആൾക്കാരും AO-BO ഇല്ല, കോൺഗ്രസും BJPയും എല്ലാവരും പോസിറ്റീവായ അപ്രോച്ച് നമ്മുടെ ദളിത് സമൂഹത്തോട് എടുത്തത്. പക്ഷേ ആ സമൂഹത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായി മുമ്പോട്ട് നിൽക്കുന്നവർ അവർക്ക് ലഭിച്ചിട്ടുള്ള ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടുള്ള ആനുകൂല്യം ദുരുപയോഗം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലെ ദളിത് ഫൈറ്റേഴ്സ് ആയ നമ്മുടെ ധന്യാരാമൻജിയോ അല്ലെങ്കിൽ നമ്മുടെ ദിരുവോ അല്ലെങ്കിൽ സണ്ണി കപ്പിക്കാട് സാറോ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അവരോടൊക്കെ ആശയപരമായ 100 കാര്യങ്ങൾ ശരിയാണ്. അല്ലല്ല, ഇവർക്കെതിരെയൊക്കെ ഇപ്പോൾ വിനായകൻ തിരിഞ്ഞിരിക്കുകയാണ്. അല്ലല്ല, ഈ സമീപകാലത്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അത് ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ ഈ പറയുന്ന വിനായകൻ തിരിഞ്ഞിട്ടുമുണ്ട്. അതാണ് ശ്രീമതി ധന്യാരാമൻ പറഞ്ഞത്, ഞങ്ങൾക്ക് തന്നെ ഒരു ബാധ്യതയാകുന്ന രീതിയിലേക്ക് വിനായകൻ മാറിയിരിക്കുകയാണ് എന്ന്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും നാളത്തെ വിനായകന്റെ മറുപടി കാത്തിരിക്കുകയാണ്. എന്താണ് വിനായകൻ പറയാൻ പോകുന്നത്, എന്ത് അധിക്ഷേപമാണ് വിനായകന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? അത് ഈ ഫേസ്ബുക്കിലാണല്ലോ വിനായകന്റെ കളി മുഴുവനും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, വിനായകനെതിരെ കേസെടുക്കാതെ പോലീസ് സംരക്ഷിക്കുന്നു അതേ എന്ന് 89% പ്രേക്ഷകരും. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.